ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ ശ്രീനഗറത്തെ രണ്ടാമത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പക്ഷേ ഇന്ന് ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ശ്രീനഗറല്ല, ഗുൽമാർഗാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ അബദ്ധത്തിൽ സോനാമാർഗിൽ പോകുന്ന കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. സോറി. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഗുൽമാർഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങളുടെ സ്റ്റേയിൽ നിന്ന് ഇറങ്ങിയത് പെട്രോളൊക്കെ അടിക്കുകയാണ്. അപ്പോൾ ഡീസൽ അടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശ്രീനഗറിൽ ഡീസൽ റേറ്റ് ജമ്മുവിനേക്കാളും വളരെ കൂടുതലാണ്. ഇപ്പോൾ ജമ്മുവിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, പഞ്ചാബിനേക്കാളും 2 രൂപ കുറവാണ്. പക്ഷേ ജമ്മുവിനേക്കാളും 4 രൂപ കൂടുതലാണ് ശ്രീനഗറിൽ ഡീസൽ റേറ്റ്. അങ്ങനെ ഞങ്ങൾ ഡീസലൊക്കെ അടിച്ചിട്ട് ഗുൽമാർഗ് ലക്ഷ്യമായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് രാവിലെ തന്നെ ഒരു ചെറിയ പണി കിട്ടിയത്. ഞങ്ങളുടെ കാറിൻ്റെ ടയർ പഞ്ചറായി. ഇനി പഞ്ചറൊക്കെ ഒട്ടിച്ചിട്ട് വേണം ഗുൽമാർഗിലേക്ക് പോകാൻ. അപ്പോൾ അവിടെ പെട്രോൾ പമ്പിൽ ചോദിച്ചപ്പം അവർ ഒരു കട പറഞ്ഞു തന്നു പഞ്ചർ അടിക്കാനുള്ളത്. അപ്പോൾ മെയിൻ ഹൈവേ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഹൈവേയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹൈവേയിലേക്ക് പോകാനുള്ള വഴി ആക്ച്വലി ഇത്തിരി ഇടുങ്ങിയ വഴിയാണ്. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് കാശ്മീരിൻ്റെ ആക്ച്വൽ ഓത്തൻറ്റിക് ആയിട്ടുള്ള വീടുകളും സ്ട്രീറ്റൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ വീടൊക്കെ കണ്ടില്ലേ, ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള വീടുകളൊക്കെയാണ്. ഇവരുടെ ട്രഡീഷണൽ വീട് നിർമ്മാണ രീതി ഇതൊക്കെയാണ്. ഞങ്ങളങ്ങനെ ഗലിയിൽ കൂടി മെയിൻ റോഡിലോട്ട് പോവാണ്. മെയിൻ റോഡിലെത്തി ഇപ്പോൾ പെട്രോൾ പമ്പുകാർ പറഞ്ഞ സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വഴിയിൽ നിന്നൊരു ആൻറ്റീനെ കിട്ടിയതേ. ആ ആൻറ്റി പറഞ്ഞു, എനിക്കറിയാം പഞ്ചർ ഒട്ടിക്കുന്ന കട, നിങ്ങൾ ഗുൽമാർഗിൽ പോകുന്ന വഴി തന്നെയാണ്, ഞാൻ പറഞ്ഞു തരാം, എനിക്കും അതുവഴിയാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആൻറ്റീനെയും കൂട്ടി പഞ്ചർ കടയിൽ പോവാം. हाँ जी, बस और बचे नहीं मेरी बेटी के साथ मेरी बेटी को पूना में शादी हो गया, उसकी एक ही बेटी है बस। पूना में ओके। हाँ पूना में सीधा ये पंचर वाला इधर ही है ना? सीधा सीधा जो है ना वो शोरूम है। बस इधर ये रोकना, ये है ना मुर्गा। हाँ ये है ना, यही पंचर वाला है। फिर सीधा आपको जाना है कमर 2.5 किलोमीटर कम से कम। ठीक है ठीक है। फिर रेड लेना तो सीधा गो मारेगा। അടിച്ച് പഞ്ചർ ശരിയാക്കി പോവാം അല്ലേ. 1 hour 35 minutes കാണിക്കുന്ന 52 kilometers. നീ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കണ്ടല്ലേ? ഇനി ലെഫ്റ്റും റൈറ്റൊന്നുമില്ല, ഇനി സീത ഗുൽമാർഗിലേക്ക്. ഇനി ഇവിടുന്ന് 52 കിലോമീറ്ററാണ്. 1 hour 35 minutes ആണ് ഗൂഗിൾ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി ഗുൽമാർഗിലേക്കുള്ള വഴിയിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഗുൽമാർഗിലേക്ക് പോവാം. വരൂ. അപ്പോൾ എല്ലാവർക്കും ഗുൽമാർഗിലത്തെ കാഴ്ചകളിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന വഴി കൂടെ തന്നെയാണ് ബന്ദിപ്പൂർ, ബാരാമുള്ള, ലേ ഒക്കെ പോകേണ്ടത്. പക്ഷേ ഞങ്ങൾക്ക് ഗുൽമാർഗ് വരെ മാത്രം പോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതേ വഴിയിലൊക്കെ വെജിറ്റബിൾസ് ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, കുഞ്ഞു കുഞ്ഞു മാർക്കറ്റായിട്ട്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വൈറ്റ് കളറിൽ, അത് താമരയുടെ തണ്ടാണേ. ഈ താമര തണ്ട് വെച്ചിട്ട് ഇവർ സബ്ജി ഉണ്ടാക്കും. പിന്നെ ആണെങ്കിൽ അത് ഫ്രൈ ചെയ്ത്, അതായത് മഞ്ഞളും ഉപ്പും മുളകും ഒക്കെ ചേർത്ത് ഫ്രൈ ചെയ്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ദാൽ ലേക്കിൽ നിറയെ താമരപ്പാടങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ സ്റ്റെം കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ദേ അവിടെ ലേയിലേക്കും ബാരാമുള്ളയിലൊക്കെ ഉള്ള സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വഴിക്കൊക്കെ റോഡ് നല്ലതാണ്. നമ്മൾ ശ്രീനഗർ സിറ്റിയിൽ നിന്ന് വിട്ടിട്ടിപ്പോൾ ഔട്ടറിലേക്കായി. ഇനി ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരു കട കണ്ടുപിടിക്കണം. രാവിലെ 8 മണിക്കായപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടെ നിന്ന്. പിന്നെ കുറച്ച് സമയം പഞ്ചറൊട്ടിക്കാനൊക്കെ പോയി. അങ്ങനെ ഒരു 9 മണിക്ക് ആറായപ്പോഴത്തേക്കും ഇതേ ഞങ്ങൾക്ക് വാങ്കോ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് റെസ്റ്റോറൻറ്റ് കിട്ടി. ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഹൈവേ തന്നെയാണ്. ഞങ്ങൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് തീരുമാനിച്ചു. പുതിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു തോന്നുന്നു, നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നേ. ഏതോ ഒരു പുതിയ മാളിനകത്ത് തുടങ്ങി പുതിയ റെസ്റ്റോറൻറ്റ്, നല്ല ക്ലീൻ ആയിരുന്നു. പിന്നെ അത്ര രാവിലെ ആയതുകൊണ്ട് കൂടുതൽ ആൾക്കാരും തിരക്കൊന്നും ഉണ്ടായില്ല. മസാല ദോശയും വടയും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഒബ്വിയസ്ലി ഒരു തമിഴ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ അതാണല്ലോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ അവിടെ നോർമൽ സൗത്ത് ഇന്ത്യൻ റെസിപ്പീസൊക്കെ ഉണ്ടായിരുന്നു. ആലു പൊറോട്ടയും കൂടെ ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ അവസാനം ഒരു ഫിൽട്ടർ കോഫിയും കൂടി കുടിച്ചിട്ട് ഞങ്ങൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയേ.
നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് തിരിയേണ്ടത്. അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ഇതേപോലെ ഗേറ്റ് വേ ടു ഗുൽമാർഗ് എന്ന് എഴുതിയിട്ട് ഒരു വലിയ കവാടം കാണാം. ഇവിടുന്ന് എക്സാക്ട്ലി 37 കിലോമീറ്റർ, അതായത് 1 hour റൈഡാണ് ഗുൽമാർഗിലേക്കുള്ളത്. വെയിലിന് ചൂടില്ല, ഇന്നലെ അധികം തണുത്ത കാറ്റുണ്ട്, ഇന്നത്തെ പോലെയല്ല, ചെറിയ നല്ല സുഖമുണ്ട്. ആവശ്യമില്ല. അതെ, ഞാനോർത്തു ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ചിലപ്പോൾ ചൂടെടുക്കുമായിരിക്കും, പക്ഷെ ഇല്ല. നിന്നെ ചൂടെടുക്കണ്ടോ കണ്ണാ? ഇവിടെ ഒരു ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്, കനിഹാമ ക്രാഫ്റ്റ് വില്ലേജ്, 3 കിലോമീറ്ററിലാണ്. അതെ, ഇവിടെ ആയിരിക്കും. ഇവിടെ ഒരു കവാടം കാണുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻ. J&K Tourism welcomes you from magical looms to mesmerizing masterpieces. വായിക്കാൻ പറ്റില്ല. വെൽക്കം ടു ക്രാഫ്റ്റ് ടൂറിസം വില്ലേജ് കൻഹാമ. അങ്ങോട്ടോ ആ കുഞ്ഞെ പിള്ളേർ ബസ്സിൽ നിന്ന് തലയൊക്കെ പുറത്തേക്ക് ഇടുന്നു. സ്കൂൾ ബസ്സാണോ അല്ല ട്രിപ്പ് പോകുന്നതാണോ ആയിരിക്കും. ഗുൽമാർഗിലേക്ക് ചിലപ്പോ ട്രിപ്പ് പോകുന്നതായിരിക്കും അല്ലേ? അത് ഞാൻ ഇന്നലെ മുതൽ അല്ല മിഞ്ഞാന്ന് മുതൽ നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഇഷ്ടം പോലെ ഈഗിളുണ്ട് കേട്ടോ, നിറയെ ആപ്പിൾ ഗാർഡൻ. ഇതൊക്കെ ആപ്പിൾ ആപ്പിൾ പിടിച്ചിട്ടാ കണ്ടുവാ. വരുമ്പോ അപ്പുറത്തെ സൈഡൊപ്പം മനസ്സിലാവില്ല. ഞങ്ങളങ്ങനെ കാശ്മീരിൽ വന്നിട്ടുള്ള ആദ്യത്തെ ആപ്പിൾ തോട്ടമൊക്കെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ ഗുൽമാർഗിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വഴിയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് CRPFൻ്റെ ചെക്കിംഗ് ഉണ്ട്, അവർ വണ്ടിയൊക്കെ നിർത്തി ചെക്ക് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെയാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും അത്യാവശ്യമാണ്. അങ്ങനെ കുറേ പോയിൻറ്റ്സിൽ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്, എല്ലാ വണ്ടികളും നിർത്തിയിട്ട്. അങ്ങോട്ട് കാശ്മീരി ട്രൗട്ട് ഫിഷ് ഫാം ഉണ്ട്. തിരിച്ചു വരുമ്പോൾ അതൊന്ന് കാണണേ, മീൻ വളർത്തുന്ന സ്ഥലം കാണാം. ഈ ട്രോട്ട് ഫിഷിനെ നീ ഇതുവരെ കണ്ടില്ല? ട്രോട്ട് ഫിഷിനെ കണ്ടിനാ? അത് ഈ ജലം ബിയാസ് റിവറിൽ മലേൻ്റെ മുകളിൽ മാത്രം ഉണ്ടാകുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫിഷാണ്. നല്ല ടേസ്റ്റാണെന്നാണ് പറയുന്നത്. അല്ല, ഇത് ടേസ്റ്റ് ചെയ്യാനല്ല, എനിക്ക് ജസ്റ്റ് കാണാൻ. അത് തിരിച്ചു വരുമ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കണേ. ഗുൽമാർഗ് എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഹിൽ സ്റ്റേഷനാണ്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ വിചാരിച്ചാൽ, ലൈൻ ഓഫ് കൺട്രോളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും ഡിഫാക്റ്റോ ബോർഡറായിട്ട് സെർവ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഗുൽമാർഗ്. ഗുൽമാർഗ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മെഡോ ഓഫ് ഫ്ലവേഴ്സ് എന്നാണ്. അപ്പോൾ ഇതിപ്പോൾ സ്പ്രിംഗ് സീസൺ അവസാനിക്കാറായതുകൊണ്ട് തന്നെ അത്രയും പൂക്കൾ നമുക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല. എന്നാലും ഈ പോകുന്ന വഴി തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഗുൽമാർഗിൻ്റെ നേരത്തെ പേര് ഗൗരി മാർഗ് എന്നായിരുന്നു. അതായത് ദേവി ഗൗരിയുടെ, അതായത് പാർവതി ദേവിയുടെ വഴി, പാത്ത് ഓഫ് ഗോഡസ് ഗൗരി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിന്നീട് 1579 മുതൽ 1586 വരെ ജമ്മു കാശ്മീർ ഭരിച്ചിരുന്ന യൂസഫ് ഷാ ചാക്കാണ് പേര് മാറ്റി ഗുൽമാർഗ് എന്നാക്കിയത്. അപ്പോൾ നമ്മൾ ഗുൽമാർഗ് മുനിസിപ്പൽ ഏരിയയിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ആ സമയത്ത് അവിടെ അതിൻ്റെ എൻട്രൻസിൽ ഗുൽമാർഗിലേക്കുള്ള എൻട്രി ഫീസ് എന്നും പറഞ്ഞിട്ട് അവർ കുറച്ച് പൈസ കട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ചിനാർ കണ്ടോ, കളർ മാറുന്ന കണ്ടോ ചിനാറിൻ്റെ അവിടെ കണ്ട ചിനാർ ട്രീ കളർ മാറുന്നുണ്ട്. ബൊട്ടാണിക്കൽ ഗാർഡൻ പോയാൽ ഇപ്പം ഈ കളർ മാറിയ ചിനാർ ട്രീ കാണാമെന്ന് പറഞ്ഞു. എക്കോ വില്ലേജ് എവിടെയാണ് വാട്ടർഫോൾ ഉള്ളത്? തിരിച്ചു വരുന്ന വഴിക്ക് കേട്ടോ, ഡ്രങ് എക്കോ വില്ലേജ് ഉണ്ട് അല്ലേ, അവിടെ വാട്ടർഫോൾ ഉണ്ട്. ഇത്ര സമയം നമ്മൾ കുറച്ച് നിരപ്പായ സ്ഥലത്ത് കൂടെ വന്നുകൊണ്ടിരുന്നത്. ഇനി ഇതേ ഹിൽ സ്റ്റേഷനിലേക്കുള്ള കയറ്റം ആരംഭിച്ചു. അപ്പോൾ ഈ വഴി മുഴുവൻ പൈൻ മരങ്ങളാണ്, നമുക്ക് നിറയെ പൈൻ മരങ്ങൾ കാണാം. അപ്പോൾ ഈ പൈൻ മരങ്ങളൊക്കെ വരുന്നത് ഗുൽമാർഗ് വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ അണ്ടറിലാണ്. അപ്പോൾ ഗുൽമാർഗിലത്തെ
മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എന്ന് പറയുന്നത് ഇതൊരു പ്രധാനപ്പെട്ട സ്കീയിങ് ഡെസ്റ്റിനേഷനാണ് ടൂറിസ്റ്റിൻ്റെ. പക്ഷേ ഇപ്പോൾ മഞ്ഞില്ലാത്തത് കൊണ്ട് തന്നെ സ്കീയിങ് അത്രയും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ ഓൾ ടൈം ഓൾ വെതർ ഫേവറേറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഗുൽമാർഗിലത്തെ ഗൊണ്ടോല കേബിൾ കാറാണ്. അപ്പോൾ ആ കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഗുൽമാർഗിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്കിനി കേബിൾ കാറിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഞങ്ങളങ്ങനെ സ്കീയിങ്ങിൻ്റെയും ഗുൽമാർഗ് ഗൊണ്ടോലയുടെയൊക്കെ സ്ഥലത്തേക്കുള്ള എൻട്രി പോയിന്റിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ ഖേലോ ഇന്ത്യ എന്നുകൊണ്ട് ഒരു ബോർഡ് കണ്ടിട്ടുണ്ടോ? അത് ഗുൽമാർഗിൽ വിൻ്റർ ഗെയിംസിന് വേണ്ടിയിട്ട് നേരത്തെ വിൻ്റർ ഗെയിംസ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഇതാണ് കാണുന്നത്. ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം വിൻ്റർ ഗെയിംസ് ഗുൽമാർഗിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് മുകളിലോട്ട് കയറി വരുമ്പോൾ ഇവിടെ ഒരു വലിയ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതായത് നമുക്കിപ്പോൾ ഗൊണ്ടോല കേബിൾ കാറിലാണല്ലോ പോകേണ്ടത്. അപ്പോൾ കേബിൾ കാറിൻ്റെ ആക്സസിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും പാർക്കിംഗ് ഫീസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് മുകളിലോട്ട് പോവാൻ വേണ്ടത്. കേബിൾ കാർ में जाएंगे. കേബിൾ കാർ में नहीं, गाड़ी इधर रखना पड़ेगा. गाड़ी वहाँ पे लगा पार्किंग में. यहाँ से घोड़ा ले लो या टैक्सी ले लो, जो भी आपका मर्जी है. अच्छा. चलो आजा. ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് ആദ്യം കുതിരപ്പുറത്ത് പോകണോ? ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുതിരപ്പുറത്ത് കയറി പോകണമെന്നാ പറയുന്നത്. ഓക്കെ, ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ. ഞങ്ങളിവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അപ്പോൾ അത് നേരെ മുമ്പോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്റർ ഉണ്ട്. ഇനി ഗൊണ്ടോല കേബിൾ കാറിൽ കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ടിക്കറ്റ് പോയിന്റിലേക്ക് ഇവിടുന്ന് ഇവരുടെ തന്നെ, അതായത് യൂണിയൻ ടെറിട്ടറീൻ്റെ എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് ഇപ്പോൾ സംസ്ഥാനമായല്ലോ, അപ്പോൾ ഈ ജമ്മു കാശ്മീരിൻ്റെ തന്നെ ടാക്സിയോ അല്ലെങ്കിൽ പൂണി റൈഡ് ഉണ്ട്, കുഞ്ഞു കുതിര, അതിൻ്റെ പുറത്ത് കയറിയിട്ട് വേണം പോകാൻ എന്നാണ് പറയുന്നത്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമൊക്കെ വളരെ സിനിക്കായ സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടോ? പക്ഷേ ഇവിടെയും നമ്മളെ കുറച്ച് സ്കാമൊക്കെ ഉണ്ട് ആക്ച്വലി. അപ്പോൾ നമ്മൾ സംസാരിച്ചപ്പോൾ അവിടെ CRPF-കാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ സാർ, എന്നാൽ നിങ്ങൾ വണ്ടി എടുത്തിട്ട് തന്നെ പൊക്കോളൂ, കുതിരയും പിന്നെ ടാക്സിയൊന്നും ഹയർ ചെയ്യേണ്ട കാര്യമില്ല എന്നുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തായാലും അവിടെ പാർക്ക് ചെയ്ത സ്ഥിതിക്ക് പിന്നെ ഒരു വണ്ടി അവിടെ നിർത്തിയിട്ട് പിന്നെ 2 വണ്ടികളിലായിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ 2 വണ്ടി എടുത്തിട്ട് പോവാണേ. അപ്പോൾ ഇവിടെ ആക്ച്വലി ബോർഡ് വെച്ചിട്ടുണ്ട്, വെഹിക്കിൾസ് ആർ നോട്ട് അലൗഡ് ബിയോണ്ട് ദിസ് പോയിൻറ്റ്, ഓൺലി പൂണി റൈഡ്സ് ആർ അലൗഡ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ അവിടെ സംസാരിച്ചിട്ട് ഞങ്ങളുടെ വണ്ടി തന്നെ എടുത്തിട്ട് പോവാണ്. അപ്പോൾ അതേ ആൾക്കാർ കുറേയൊക്കെ നടന്നു പോകുന്നുണ്ട്, ചിലരൊക്കെ, പിന്നെ കുറച്ച് പേര് ഇവിടുത്തെ ടാക്സി ഹയർ ചെയ്തിട്ട് പോകുന്നുണ്ട്, അങ്ങനെയും ഉണ്ട്. പക്ഷെ കുറച്ച് ദൂരം നടക്കാനുണ്ട് ആക്ച്വലി പാർക്കിംഗ് പോയിന്റിൽ നിന്ന് നമ്മുടെ കേബിൾ കാർ റൈഡിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. അപ്പോൾ ഞങ്ങളെന്തായാലും പോവാണ് വണ്ടിയിൽ തന്നെ. ഇവിടെ കുറേ ടൂറിസ്റ്റ് അക്കോമഡേഷനൊക്കെ അവൈലബിൾ ആണ്, ഗവൺമെൻറ്റിൻ്റെ തന്നെ ഗസ്റ്റ് ഹൗസും ഒക്കെ. ഇപ്പോൾ നമ്മൾ ഈ അതായത് വണ്ടി ആക്ച്വലി പാർക്ക് ചെയ്യാൻ പറഞ്ഞ സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് പോകുമ്പോൾ വഴിയിൽ ലെഫ്റ്റ് സൈഡിൽ മുഴുവൻ അങ്ങനത്തെ ഗസ്റ്റ് ഹൗസൊക്കെയാണ് കാണാൻ സാധിക്കുക. പിന്നെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കടകളും ഹോട്ടൽസും അങ്ങനെയൊക്കെ ഉണ്ട്. ടൂറിസ്റ്റ് അക്കോമഡേഷനൊക്കെ ഇവിടെ ധാരാളമായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ശ്രീനഗറിൽ താമസിക്കാണ്ട് ഗുൽമാർഗിൽ താമസിക്കണമെന്നുണ്ടെങ്കിൽ ഗുൽമാർഗിലും താമസിക്കാം. അപ്പോൾ എവിടെ തിരിഞ്ഞ് നോക്കിയാലും നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ എന്തായാലും വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് മുമ്പോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെ അത്രയും പാർക്കിംഗ് സ്പേസ് ഇല്ല, കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മളുള്ളത് വെച്ച് പാർക്ക് ചെയ്ത് നടക്കുകയാണേ. ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരം നടക്കാനുണ്ട് നമ്മൾ കേബിൾ കാറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക്. ഇപ്പം നമ്മൾ കയറാൻ പോകുന്ന ഗുൽമാർഗ് ഗൊണ്ടോല കേബിൾ കാർ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ 2nd ലാർജസ്റ്റും 2nd ഹയസ്റ്റുമാണ്. അപ്പോൾ ആ കേബിൾ കാറിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തന്നെ ഓൺലൈനിൽ ബുക്ക് ചെയ്യണം. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജമ്മു ആൻഡ് കശ്മീർ ഗവൺമെൻറ്റിൻ്റെ ടൂറിസത്തിൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിൽ സ്ലോട്ടൊക്കെ ചൂസ് ചെയ്യാനുണ്ട്.
അപ്പോൾ ആ സ്ലോട്ടൊക്കെ ചൂസ് ചെയ്തിട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈൻ റെസിപ്റ്റുമായിട്ട് വേണം നമ്മൾ കേബിൾ കാറിൽ കയറാൻ വേണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആ മുമ്പിൽ കാണുന്ന ഗുൽമാർഗ് റിസോർട്ട് എന്നാണ് നമ്മൾ കേബിൾ കാറിൽ കയറേണ്ടത്. ഇതിപ്പോൾ 2 ഫേസ് ആയിട്ടാണ് ഈ ഗുൽമാർഗ് ഗൊണ്ടോല കേബിൾ കാർ, ഫേസ് 1ഉം ഫേസ് 2ഉം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അതായത് നമുക്ക് ഫേസ് 1ന് വേണ്ടി മാത്രമായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. അതായത് ഫേസ് 1ൽ പോയിട്ട് തിരിച്ചു വരാം. അല്ലെങ്കിൽ പിന്നെ ഫേസ് 1ൽ നിന്ന് പിന്നെ ഫേസ് 2 ഉണ്ട്. അപ്പോൾ അതിന് രണ്ടിനും ചേർത്ത് 2 and 4 ടിക്കറ്റ് നമുക്ക് ബുക്ക് ചെയ്യാമേ. അപ്പോൾ ഇവിടെ വന്നിട്ട് സ്പോട്ടിൽ ടിക്കറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നേരത്തെയൊക്കെ ടൂറിസ്റ്റിൻ്റെ ബാഹുല്യം കൂടുതലുള്ള സമയത്ത് സ്പോട്ട് ബുക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടി കൺവീനിയൻറ്റ്. അപ്പം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന കാരണം തലേ ദിവസമാണ് ബുക്ക് ചെയ്തത്. അങ്ങനെ നേരത്തെ ഫോർ ഫ്രണ്ട് ആയൊന്നും ബുക്ക് ചെയ്തില്ല, ഇപ്പോൾ ടൂറിസ്റ്റ് കുറവായതുകൊണ്ട്. അപ്പം അതിൻ്റെ ഓൺലൈൻ റെസിപ്റ്റൊക്കെ അവിടെ കാണിച്ചിട്ട് ഞങ്ങൾ പോവാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ ചെയേഴ്സൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ആൾക്കാർ കുറവാണ് നല്ലോണം ഈ പെഹൽഗാം അറ്റാക്കിന് ശേഷം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടിയൊന്നും വന്നില്ല. ഞങ്ങൾ നേരെ ഈ കേബിൾ കാറിൻ്റെ അടുത്തെത്തി. അടുത്തെത്താറായപ്പോൾ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു. അങ്ങനെ വലിയ ക്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു 5-10 മിനിറ്റ്സ് ഞങ്ങൾ ആ ക്യൂവിൽ നിന്നു. അപ്പോൾ ഇപ്പോൾ കണ്ടത് ആ കേബിൾ കാറിൻ്റെ സ്പെസിഫിക്കേഷനാണേ. ഫേസ് 1ൽ ഒരാൾക്ക് ചാർജ് 700 രൂപയും ഇപ്പോൾ ഫേസ് 2ൽ പോകാൻ വേണ്ടിയിട്ട് 900 രൂപയാണ്. അതിപ്പോൾ കുട്ടികളായാലും മുതിർന്നവരായാലും 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ ഞങ്ങളത് കേബിൾ കാറിൻ്റെ അകത്ത് കയറിയേ. ഒരേ സമയത്ത് 6 പേർക്കാണ് ഒരു കേബിൾ കാറിൻ്റെ അകത്ത് ഇരിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഫേസിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഫേസ് 2ൻ്റെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫേസ് 1ൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഫേസ് 2ലേക്ക് വേണ്ടിയിട്ട് ഇനിയൊരു കേബിൾ കാറിൽ കയറുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഫേസ് 1 തുടങ്ങുന്നത് ഗുൽമാർഗിലത്തെ ഗുൽമാർഗ് റിസോർട്ട് എന്ന് കോങ്ഡോരി എന്ന് പറഞ്ഞ ഒരു വാലിയിലേക്കാണ്. അപ്പം നമ്മൾ കേബിൾ കാറിൽ പോകുമ്പോൾ ഈ താഴെയുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയൊക്കെ വീടുകളും ഒക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, പക്ഷെ കുറച്ച് മുകളിലോട്ട് പോകും തോറും ഒക്കെ താഴെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെ മണ്ണും കൊണ്ട് ചുമരൊക്കെ മണ്ണ് കൊണ്ട് നിർമ്മിച്ച പോലത്തെ വീടുകളാണേ. നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ താഴെയുള്ള ലാൻഡ്സ്കേപ്പിൻ്റെ ഒരു പനോരമിക് വ്യൂ കിട്ടും. ഈ കേബിൾ കാറിൽ യാത്രയുടെ ഏറ്റവും ആസ്വാദ്യകരമായ ഒരു കാഴ്ചയാണത്. ഈ കേബിൾ കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഫുൾ ക്ലോസ്ഡ് ആണ്, എന്നിട്ട് അതിനകത്ത് AC ഉണ്ട്. അപ്പം നമ്മൾ ഹരിദ്വാറിലൊക്കെ പോയിട്ട് ഇതേപോലെ കേബിൾ കാറിൽ കയറിയിട്ടുണ്ട്, പക്ഷേ അത് പകുതി വരെ മാത്രമേ ക്ലോസ്ഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കുറച്ചും കൂടി സേഫ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ജമ്മു ആൻഡ് കാശ്മീർ കേബിൾ കാർ കോർപ്പറേഷൻ എന്നുള്ള വെബ്സൈറ്റിലാണ് പോകേണ്ടത്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 ഫേസ് 1 ഫേസ് 2 രണ്ടിടത്തേക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഫേസ് 1 ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഫേസ് 2ൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ ഫേസ് 1 ബുക്ക് ചെയ്തതിൻ്റെ ID ഫേസ് 2 ബുക്ക് ചെയ്യുമ്പോൾ അതിൽ കൊടുക്കണം, എന്നാൽ മാത്രമേ ഫേസ് 2 ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമ്മൾ പോകുകയെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റിൽ എല്ലാ ഭാഷയിലും ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഭാഷയിലുള്ള നോട്ടിഫിക്കേഷൻസ് ഉണ്ട്. സ്പെഷ്യൽ അനൗൺസ്മെൻറ്റും നോട്ടിഫിക്കേഷനൊക്കെ നമുക്ക് മലയാളത്തിലും തമിഴിലും ഹിന്ദിയിലും കന്നഡയിലും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നോക്കി വായിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് ബുക്ക് ചെയ്യാൻ പറ്റും. ഈ ഫേസ് 1ൽ നമ്മൾ എത്താൻ പോകുന്നത് 2600 മീറ്റർ, അതായത് 8530 അടി ഉയരത്തിലേക്കാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ്. കാലാവസ്ഥക്കനുസരിച്ച് മാറാം. ഇതിപ്പോൾ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വീടുകളാണ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ മണ്ണ് കൊണ്ടുള്ള ചുമരും മേൽക്കൂരയൊക്കെ ആയിട്ട്, ഇത് മഞ്ഞ് വീഴ്ചനെയൊക്കെ പ്രതിരോധിക്കാനായിട്ടാണ്. അപ്പോൾ അവിടെ താഴെ നമുക്ക് അവർ ചെയ്യുന്ന കൃഷികളൊക്കെ കാണാം, ചോളമൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ താഴെ നിന്ന് കുതിരപ്പുറത്ത് കയറിയിട്ടായിരിക്കും മുകളിലേക്ക് വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള ലാൻഡ്സ്കേപ്പിങ്ങും അതിൻ്റെ നടുക്ക് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ആയിട്ട് നല്ല രസമുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ ഈ റോഡ് കാണുന്നില്ലേ, ഇത് താഴെ നിന്ന് മുകളിലോട്ട് കുതിര നടക്കുന്ന വഴിയാണ്. അപ്പോൾ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കാണാം കുതിരപ്പുറത്ത് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. നമ്മൾ ഇവിടെയാണ് ഇറങ്ങേണ്ടത്. കണ്ടോ, ലാസ്റ്റ് സ്റ്റേഷൻ എത്തി. യെസ്, എക്സാക്ട്ലി. Tickets are valid for limited time. പുറത്തിറങ്ങിയിട്ട് കറങ്ങാണ്ടിരുന്നു. ഹനിവാ, എങ്ങനെ
1-ല്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ കൊണ്ടോല്? നിൽക്കും മോനെ, നിർത്തട്ടെ, മുഴുവൻ നിർത്തും. എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? നിക്കി കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുവേ, എന്നിട്ട് ഇറങ്ങിയാൽ മതി. ആ അതെ, ഓക്കെ. ഹാ. ആദ്യം ഹരിദ്വാറിൽ കയറിയപ്പോൾ എനിക്കതായിരുന്നു, അമ്മ താഴെ പോവാ, അമ്മ മതിയോ അമ്മ. അതാ ചേച്ചി ടൈമിംഗ് ഉണ്ടോ? 9 AM to 5 PM ആണ്. വരൂ. ഐസ് മുകളിലുണ്ടാവും, നോക്കാം മോനെ. അങ്ങനെ ഞങ്ങൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി ഫേസ് 1-ലെത്തി. ഇപ്പം നമ്മൾ നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 2600, ഏകദേശം 2600 മീറ്റർ ഉയരത്തിലാണ്, അതായത് 8530 അടി. നമ്മൾ ഈ കേബിൾ കാർ സ്റ്റേഷൻ കോങ്ഡോരി സ്റ്റേഷനിലാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. കോങ്ഡോരി പർവ്വതത്തിലെ ഒരു വാലിയായ ബൗൾ ഷേപ്പിലുള്ള ഒരു വാലിയായ കോങ്ഡോരി വാലിയിലാണ് ഫേസ് 1-ൻ്റെ സ്റ്റേഷൻ വരുന്നത്. ഞങ്ങളങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇവിടുത്തെ വാലിയിൽ കുറിച്ചിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഉണ്ട്, നമുക്ക് നടന്ന് കാണാനും ഫോട്ടോസ് എടുക്കാനൊക്കെ. ഇപ്പം നിങ്ങൾ കാണുന്നില്ല, ഇത് ഇഗ്ലൂ റെസ്റ്റോറൻ്റാണ്. മഞ്ഞില്ലാത്തതുകൊണ്ടാണ്, മഞ്ഞ് വീഴുന്ന സമയത്താണെങ്കിൽ അതിൻ്റെ മുഴുവൻ മഞ്ഞ് വീണ് ഒരു പെർഫെക്റ്റ് ഇഗ്ലൂ ഷേപ്പിലിരിക്കും എന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ആ ക്യൂ കാണുന്നത് ഫേസ് 2-ലേക്ക് പോകാനുള്ള കേബിൾ കാറിൽ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇവിടുത്തെ വാലിയിൽ കുറച്ച് സമയം എക്സ്പ്ലോർ ചെയ്തിട്ട് ഫേസ് 2-ലേക്കുള്ള കേബിൾ കാറിൽ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത്രയും ഭംഗിയുള്ള, അത്രയും രസമുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ ഫേസ് 1-ൽ നിന്ന് തന്നെ കിട്ടുന്നത്. എന്താ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, നമുക്കത് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഭംഗിയും വാല്യൂ ഒക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ ആ കാഴ്ചയുടെ. അപ്പോൾ ഇവിടെ തണുപ്പ് അത്ര കാര്യമായിട്ടില്ല, ചെറിയ തണുപ്പുണ്ട്, അങ്ങനെ വലിയ തണുപ്പില്ല, നമുക്ക് ഒരു സുഖമുള്ള തണുപ്പാണ്, സഹിക്കാൻ പറ്റാവുന്ന മാതിരിയുള്ള തണുപ്പാണേ. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. നമുക്ക് ആക്ച്വലി അവിടെ നിന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഫേസ് 2-ലും കൂടി പോകേണ്ട കാരണം നമ്മൾ കുറച്ച് സമയം ഇവിടെ എക്സ്പ്ലോർ ചെയ്തിട്ട് ഫേസ് 2-ലത്തെ ക്യൂവിൽ എൻ്റർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഒരു ബോർഡുണ്ട്, കോങ്ഡോരി 3050 മീറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇവിടെ 3050 മീറ്റർ കാണിക്കണേ, പക്ഷേ ഗൂഗിളിൽ 2600 മീറ്ററാണ് ഫേസ് 1-ൻ്റെ ഹൈറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയും CRPFകാരുടെ ഗാർഡിങ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇവിടുത്തെ ഭംഗിയൊക്കെ ആസ്വദിച്ചു. ഇപ്പോൾ ഇവിടെ എങ്ങോട്ട് നോക്കിയാലും അത്രയും ഭംഗിയുള്ള കാഴ്ചകളാണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കതവിടെ വിട്ടിട്ട് വരാനുള്ള മനസ്സേ ഉണ്ടാവില്ല, അങ്ങനെയാണ്. പിന്നെ ഇവിടെയും ഇതേമാതിരി ഒരു ആർച്ച് ഉണ്ട്, നമുക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കോങ്ഡോരി ഗുൽമാർഗ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഹൈറ്റൊക്കെ എഴുതി വെച്ചിട്ട് 3050 മീറ്റർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആക്ച്വൽ ഹൈറ്റ് അത്രയായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇവിടെ ഫേസ് 1-ൽ കുറച്ച് കുഞ്ഞു റെസ്റ്റോറൻറ്റ്സും കഫേയും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഈറ്റബിൾസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ ഇത് വാലിയാന്ന് പറഞ്ഞല്ലോ, കുറേ ഇങ്ങനെ മെഡോസാണ്, അപ്പോൾ അവിടെയൊക്കെ ഇരുന്ന് നമുക്ക് റിലാക്സ് ഒക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കുറേ ഗ്രൂപ്പ് ടൂർസൊക്കെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2-3 ടീം മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ അങ്ങനെ അവിടെ എൻജോയ് ചെയ്യുമായിരുന്നു. അതാണ് നമ്മൾ ഫേസ് 2-ലേക്ക് പോകണേ. അതാ കണ്ടോ, പക്ഷെ മഞ്ഞില്ല. ഫേസ് 2 അത്രയും മോളിൽ പോകണം, കണ്ടോ. അങ്ങനെ ഫേസ് 1-ലത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ മനസ്സോടെ
ഫേസ് 2ലേക്ക് പോകാൻ വേണ്ടി അതിനുള്ള ക്യൂവിൽ നിൽക്കണേ. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് ഫേസ് 2ലേക്കുള്ള കേബിൾ കാർ 2-3 മണിക്കൂറായിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നിർത്തി വെച്ചിരിക്കുമായിരുന്നു. അതുകൊണ്ട് അത്രയും തിരക്കായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ എങ്ങനെയൊക്കെയോ ആ ക്യൂവിൽ കയറി. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ അധികം ആൾക്കാരുണ്ട്. മിനിമം ഒരു 1 hour എങ്കിലും ക്യൂ നിൽക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. എന്തായാലും ഞങ്ങൾ ക്യൂവിൽ എൻ്റർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫേസ് 2ലത്തെ കാഴ്ചകളും ഫേസ് 2ലേക്കുള്ള കേബിൾ കാർ യാത്രയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.